ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗ്രോസറി ഷോപ്പിങ്ങും ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്രാ ചിലവുകളൊക്കെ ഒന്ന് ചുരുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു എയർ ഫ്രയർ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മുടെ പാലക്കാട് തന്നെയുള്ള കുറച്ച് ഷോപ്സിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ എൻക്വയറി ചെയ്യാണ്. കാരണം ഈ പെട്രോൾ എക്സ്പെൻസും ചിലവാക്കി അതുവരെ പോകണ്ടല്ലോ. അപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐറ്റം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരാം, നമുക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓൺലൈനിൽ നോക്കിയാലും കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസസൊക്കെ നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലും നമുക്കിതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും നമ്മൾ ഈ മൊബൈലിനെ ആശ്രയിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐറ്റത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. നമ്മളത് റിട്ടേൺ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അവർ റിട്ടേൺ എടുക്കില്ല, ഡിലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് റീഫണ്ട് ആവാനൊക്കെ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു ചീര തോരൻ്റെ റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടെ ഞാൻ പറയാം ഈ വീഡിയോയിൽ. അപ്പോൾ ഒരു 2 ദിവസത്തെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫരിയനെയും കൊണ്ട് ഒരു ഔട്ടിങ്ങൊക്കെ പോയിരുന്നു വീക്കെൻഡ് ആയപ്പോൾ. അപ്പോൾ ആളെ പാർക്കിലാണ് കൊണ്ടുപോയത്. ഇവിടെ പാലക്കാടുള്ള മുനിസിപ്പൽ പാർക്കിലാണ് കൊണ്ടുപോയത്. അവിടെ ആകുമ്പോൾ രാത്രി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, കുറച്ച് കളിക്കാനുള്ള അവർക്ക് സ്ലൈഡും സ്വിങ്ങും അങ്ങനെ കുറച്ച് കാര്യം സീസോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബികാഷ് ബാബു സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസമായിട്ടുള്ളൂ അവർ വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി ഈ ചാട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ഈ ഷോപ്പിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാനിവിടെ ഭേൽപൂരിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ പാനിപൂരി, ഒരു സമൂസ ചാട്ട്, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തത്. സ്പൈസ് ലെവൽ വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ചന്തയിൽ നിന്ന് വാങ്ങിച്ച വെജിറ്റബിൾസാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് നോക്കി ആയിരിക്കും പർച്ചേസ് ചെയ്യുക. അത് നല്ല വിലയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളത് എത്ര നമ്മൾ എന്താ പറയുക സിപ്ലോക്ക് ബാഗിലും ഇതിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ചന്തയിൽ പോയിട്ട് വാങ്ങിയ വെജിറ്റബിൾസിൻ്റെ കുറേ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ റേറ്റും കുറവാണ്. ഇത് ഞാൻ 1 കിലോ പഴമാണ് 20 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഞാലിപ്പൂവൻ. അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും 15-20 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. എല്ലാം ഒരു 3/4 കിലോ 1 കിലോൻ്റെ അടുത്ത് എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. ചില വെജിറ്റബിൾസ് മാത്രമേ 1/2 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 15 രൂപയുടെ ഇളവിനാണ്. ഒരു 550-600 ഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 300 ഗ്രാം ഉണ്ടായിരുന്നു അതിൽ, എന്നുവെച്ചാൽ 1/4 കിലോയ്ക്ക് മുകളിൽ. ഇത് 2 കിലോ തക്കാളി 40 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എന്നുവെച്ചാൽ 1 കിലോ 20 രൂപ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഷോപ്പിലോ പോയി വാങ്ങിക്കുകയാണെങ്കിൽ 1 കിലോ തക്കാളി 40 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടി വരിക. അതുപോലെ തന്നെ വലിയുള്ളി 2 കിലോ 40 രൂപ. അങ്ങനെ കുറേ. ഇത് ഞാൻ പൊട്ടറ്റോയും അതേപോലെ 15 രൂപയ്ക്കാണ് വാങ്ങിയത്. വെണ്ടയ്ക്ക് ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു, 15 രൂപയായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിൽ ഒരു വെജിറ്റബിൾസ് പോലും ഒരു കേടായതോ ചീഞ്ഞതോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചന്ത എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസത്തെ അവർക്കുള്ള ബിസിനസ്സാണ്. അപ്പോൾ അവർ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ വയ്ക്കുള്ളൂ. അന്നെടുത്ത് കൊണ്ടുവരുന്ന ഫാമേഴ്സിൻ്റെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. ഞാനിതൊരു 2 ആഴ്ചയ്ക്ക് വേണ്ടി വാങ്ങിയ വെജിറ്റബിളാണ്.
ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് 2 വീക്സ് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഞ്ചി ആണെങ്കിലും നല്ല ഇഞ്ചിയായിരുന്നു. ഇത് 20 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 1/4 കിലോ ഇഞ്ചി 20 രൂപയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു 15 ലെമൺ ഉണ്ടായിരുന്നു. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ പോലും 15 ലെമൺ, അത് എത്ര 20 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനതെല്ലാം ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള റാക്കിലോട്ട് ഞാനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഈ താഴെയുള്ള ഫ്രിഡ്ജിൻ്റെ താഴത്തെ ആ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു നമ്മൾക്ക് ഈ കോട്ടൻ്റെ ഒരു ബിഗ് ഷോപ്പർ ഉണ്ടെങ്കിൽ അത് വിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ ക്ലോത്ത്, മസ്ലിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഞാനിതൊന്നും സിപ്പ് ലോക്ക് ബാഗിലോ കവറുകളിലോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് 2 വീക്സ് ഒരു വെജിറ്റബിൾ പോലും എൻ്റെ കേടാവാതെ ഇരുന്നു. അതാണ് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. ഞാനെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെച്ചു. കറിവേപ്പില, മല്ലിയില, ചീര, അപ്പോൾ എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മല്ലിയില ഇവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചീര ഒരു കവറിലാണ് ഞാൻ പൊതിഞ്ഞ് വെച്ചത്. അപ്പോൾ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിതെടുത്തതാണ്. അപ്പോൾ വെജിറ്റബിൾസും തലേദിവസം എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അതിൽ ഒരു വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സിനൊരു കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഇനി മുതൽ ചന്തയിൽ നിന്ന് വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഞാൻ ചീരയുടെ തണ്ട് മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നട്ട് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറകിൽ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് തോരനുള്ള ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചീര എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇല മാത്രമേ ഞാൻ തോരൻ വയ്ക്കുന്നുള്ളൂ. അതിൻ്റെ തണ്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പരിപ്പിട്ടിട്ട് കറി ഉണ്ടാക്കാം. അതിൻ്റെ വേര് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വലിയൊരു ബൗളിലിട്ടിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നതെങ്കിൽ ആ മണ്ണൊക്കെ പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ ചീര ഒരിക്കലും ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ചീര ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ വൈറ്റമിൻസും പിന്നെ അതിലുള്ള ആ റെഡ് കളറും ഒക്കെ പോവും. അപ്പോൾ ചീര ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചീര തോരന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒനിയനും അതേപോലെ തന്നെ പച്ചമുളകും, ഞാനിവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരു 5 or 6 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന തോരനാണ്. നിങ്ങളുടെയും വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പാലക്കാടല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചീരത്തോരൻ എങ്ങനെ വയ്ക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ തോരനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ ചിരണ്ടിയതല്ല, അതിപ്പോൾ പൊട്ടിച്ചപ്പോൾ തേങ്ങ ഇളക്കി വന്നപ്പോൾ ഞാനത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയുള്ളി ഉണ്ടെങ്കിൽ വലിയുള്ളിയും ആഡ് ചെയ്യാം. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതലുണ്ടാവും. പച്ചമുളകും ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചീരയിൽ എപ്പോഴും അധികം ഉപ്പ് ആഡ് ചെയ്യരുത്, വളരെ കുറച്ച് മധുരം. കാരണം ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വരുമ്പോൾ ക്വാണ്ടിറ്റി ഇത്രയും, എൻ്റെ ഒരു വലിയ ബൗളിന് ഏകദേശം ഒരു 2 kgൻ്റെ ബൗളിൻ്റെ അത്രയും ഉണ്ടായിരുന്നു ചീര. പക്ഷേ അത് വെന്ത് വന്നപ്പോൾ വളരെ കുറച്ചായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ നമ്മൾ ചീരയും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു തണുപ്പുള്ള പോലെയുള്ള കുറച്ച് ഒനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെയിലത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാതിരിക്കും. നനവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചീത്തയാവുക. അപ്പോൾ നമ്മുടെ ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചീരയിൽ ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത്. വളരെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചീര കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചീരയിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ ഏകദേശം വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ
ഇങ്ങനെ ആ സെൻറ്ററിലേക്ക് ആ വെള്ളത്തിലോട്ട് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ ആ തേങ്ങയുടെ ഒരു ചെറിയൊരു പച്ച മണമൊക്കെ പോവും. തേങ്ങ ഇങ്ങനെ എന്താ പറയുക സ്റ്റീം കയറിയിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ പൊതിഞ്ഞിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചീരയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. അപ്പോൾ ഏത് ചീരയാണെങ്കിലും നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാ ചീരയും നമുക്ക് കുക്ക് ചെയ്യാം. വേറെയും കുറേ റെസിപ്പീസ് ഇതിൽ ചീരയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചീരയും പരിപ്പും ഇട്ട് കറി വയ്ക്കാറുണ്ട്. അല്ല ചീര തണ്ടും പരിപ്പും എല്ലാം കൂടെ നമ്മൾ എന്താ പറയുക ഒരു തോരൻ പോലെ വയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ജോലിയൊക്കെ ചെയ്ത് ടയേർഡായപ്പോൾ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് വളരെ റേറ്റ് കുറവാണ് ഓറഞ്ചിന്. അപ്പോൾ ചീര തോരൻ്റെ ജോലിയൊക്കെ തീർന്നപ്പോൾ നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചതായിരുന്നു. ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എല്ലാ ജോലികളും തീർന്നു. ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ചിരക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.